ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്മെറ്റിക് സീക്വൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സെക്ഷൻ എയിൽ അരിത്മെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദി നെക്സ്റ്റ് നമ്പർ ഓഫ് പ്രൈം നമ്പർ സീക്വൻസ്? പ്രൈം നമ്പർ സീക്വൻസ് ആണ്, അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഇവിടെ പ്രൈം നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്ന് പറയുമ്പോൾ 2, 3, 5, 7. നെക്സ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 9 അല്ല, 11. യെസ്, 11 അല്ലേ നെക്സ്റ്റ് പ്രൈം നമ്പർ. അപ്പോൾ ഒന്നാമത്തെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റേറ്റ്മെന്റ് തരും, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിന് ഒരു മാർക്കാണ് ഉണ്ടാവുക. ഒരുപാട് ടൈം അവിടെ കളയരുത്. അപ്പോൾ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കുറഞ്ഞ ടൈം കൊണ്ട് നമ്മൾ ആൻസർ എഴുതണം. ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് സം ഓഫ് ഫസ്റ്റ് തേർഡ് ടേം ഈസ് 26. ഫസ്റ്റ് ആൻഡ് തേർഡ് ടേം, സം ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് ടേം, തേർഡ് ടേമിൻ്റെയും ഫസ്റ്റ് ടേമിൻ്റെയും സമ്മ് 26 ആണ് തന്നിട്ടുണ്ട്. സെക്കൻഡ് ടേം 13 ആണ് തന്നിട്ടുണ്ട്. സെക്കൻഡ് ടേം 13 ആണെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെയും തേർഡ് ടേമിൻ്റെയും സമ്മ് എത്രയായിരിക്കും? 3 ടേംസ്. ഫസ്റ്റ് ടേമിൻ്റെയും തേർഡ് ടേമിൻ്റെയും സമ്മ് 26 ആണ് തന്നിട്ടുണ്ട്. സെക്കൻഡ് ടേം 13 ആണ് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളല്ലേ ക്വസ്റ്റ്യനിൽ തന്നത്. In an arithmetic sequence, sum of two terms at the same distance behind and ahead a term is twice this term. ഒരു arithmetic sequence ഒരു ടേമിന്റെ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡും അഹെഡും ഉള്ള ടു ടേംസിന്റെ സമ്മ് ഈ ടേമിന്റെ ട്വൈസ് ആയിരിക്കും. നമ്മൾ ടേം കണക്ഷനിൽ പഠിച്ചതാണ്. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ എന്താണ്? ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദിസ് ഗിവൺ ബിലോ, ഫ്രം ദോസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സെക്കൻഡ് ടേം 13 ആണെങ്കിൽ ഫസ്റ്റ് ടേമിന്റെയും തേർഡ് ടേമിന്റെയും സമ്മ് ഈ സെക്കൻഡ് ടേമിന്റെ ട്വൈസ് തന്നെയാണ് വരിക. പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ടേം കണക്ഷനിൽ നമ്മൾ പഠിച്ചതാണ്. അരിത്മെറ്റിക് സീക്വൻസിലെ ടു ടേംസിന്റെ സമ്മ്, ഒരു ടേമിന്റെ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡും അഹെഡും ഉള്ള ടു ടേംസിന്റെ സമ്മ് എന്ന് പറയുന്നത് അതിന്റെ മിഡിൽ ടേമിന്റെ ട്വൈസ് ആയിരിക്കും. അതും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏത് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ, രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദി റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 1ന്റെ റീസൺ സ്റ്റേറ്റ്മെന്റ് 2 ആണ്. ഡി ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. അതും രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ തന്നെയാണെന്നാണ് പറയുന്നത്, സിയും ഡിയും. പക്ഷേ ഡിയിൽ പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് ദി റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1ന്റെ റീസൺ ഇത് തന്നെയല്ലേ? രണ്ട് ടേമിന്റെ സമ്മ് മിഡിൽ ടേമിന്റെ ട്വൈസ് ആയിരിക്കും. അപ്പൊ ഏത് ആൻസർ ആണ് കറക്റ്റ്? മക്കൾ ഇതിൽ ഒരുപാട് ടൈം കളയരുത്, ഒരു മാർക്കേ ഉള്ളൂ. അപ്പൊ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അധികവും വരാറ് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദി റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. റീസൺ ആണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എന്നുള്ളൊരു നിലക്കാണ് അധികവും ആൻസർ വരാതെ, അല്ലാതെയും വരാം. നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണെങ്കിൽ, നിങ്ങൾ കറക്കി കുത്താനാണ് തീരുമാനിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാം. രണ്ടും ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 1ന്റെ റീസൺ സ്റ്റേറ്റ്മെന്റ് 2 ആണ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ 1ഉം 2ഉം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഓർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ, എ ആണോ ബി ആണോ കറക്റ്റ്, നിങ്ങൾക്ക് ഏതാണോ അറിയുന്നത് അത് ചൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ തേർഡ് ക്വസ്റ്റ്യനിൽ എ ക്വസ്റ്റ്യൻ നോക്കാം. സം ഓഫ് ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. സമ്മിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സമ്മിന് ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ 3 ടേംസിന്റെ സമ്മിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ 3 ടേംസിന്റെ സമ്മ് എന്ന് പറയുമ്പോൾ നമ്മൾ സമ്മ് കണ്ടുപിടിക്കാൻ, അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ, ഓഡ് നമ്പർ ഓഫ് ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ m × n എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എന്നുള്ള. ഇവിടെ 3 ടേംസ് എന്ന് പറയുമ്പോൾ 3 ടേംസിന്റെ സമ്മ് അല്ലേ? സം ഓഫ് ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, ഈ 3 ടേംസിന്റെ സമ്മാണ്. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണല്ലോ, അപ്പൊ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാലോ. അപ്പോൾ സം ഓഫ് 3 ടേംസ് എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ടേംസിന്റെ സമ്മ് എടുക്കുമ്പോൾ ഏത് ടേം ആണ് മിഡിൽ ടേം ആയിട്ട് വരിക? ഫിഫ്ത്ത് ടേം അല്ലേ? അപ്പൊ ഫിഫ്ത്ത് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുമ്പോൾ എത്ര ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ 3 ടേംസിന്റെ സമ്മ് അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ ആണ് വരിക. ആ സമ്മ് ഇവിടെ തന്നിട്ടുണ്ട്. സം ഓഫ് ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 45. സമ്മാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സം ഓഫ് 3 ടേംസ് ആണ് 45. അപ്പൊ നമ്മൾ തന്ന കാര്യം ഇവിടെ കൊടുത്തു. ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കണം. ഫിഫ്ത്ത് ടേം നമുക്ക് അറിയില്ല. അപ്പൊ ഫിഫ്ത്ത് ടേം തന്നെ എഴുതാം. ഫിഫ്ത്ത് ടേം എഴുതാം കേട്ടോ. x5 എഴുതുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഫിഫ്ത്ത് ടേം തന്നെ എഴുതാം. ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 3 ടേംസിന്റെ സമ്മ് അല്ലേ?
അപ്പോൾ നമ്മൾ തന്ന കാര്യമൊക്കെ ഇക്വേഷനിൽ കൊടുത്തു. ഇനി കണ്ടുപിടിക്കേണ്ടതിന് ഒരു സൈഡിൽ ഒറ്റയ്ക്കാക്കുക. നമുക്ക് ഫിഫ്ത്ത് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫിഫ്ത്ത് ടേം എന്ന് അവിടെ എഴുതുക. അതിൻ്റെ കൂടെയുള്ള ഇൻറ്റു 3 ഉണ്ടല്ലോ, അതിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്താ സംഭവിക്കുക? ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ നമ്പേഴ്സിനെ കുറിച്ച് സൈഡിലോട്ട് കൊണ്ടുവരാന്ന് പറയുമ്പോൾ ഇൻറ്റു 3നെ 45ൻ്റെ അടുത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും. ഈക്വൽ സൈനിൻ്റെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ കൊണ്ടുപോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവൂലേ? അപ്പോൾ 45ൻ്റെ അടുത്തോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക? 45/3 ആവൂലേ? ഇൻറ്റു 3നെ 45ൻ്റെ അടുത്തോട്ട് ഈക്വലിൻ്റെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ by 3 ആവും. റൈറ്റ് സൈഡിൽ x5 മാത്രമേ ഉള്ളൂ, ഫിഫ്ത്ത് ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫിഫ്ത്ത് ടേം ഈക്വൽ ടു 45/3. അപ്പോൾ ഫിഫ്ത്ത് ടേം എന്തായിട്ട് കിട്ടും? ഇത് ലെഫ്റ്റിലും മറ്റേത് റൈറ്റിലും ഇതാണ്, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ്. അപ്പോൾ ഫിഫ്ത്ത് ടേം നമുക്ക് എന്ത് കിട്ടും? 45/3. 45/3 എത്രയാ? ഫിഫ്ത്ത് ടേം ഈക്വൽ ടു 45/3. 45ൽ എത്ര 3 ഉണ്ട്? ഡിവിഷൻ ചെയ്ത് നോക്കാം. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു മാർജിൻ വരയ്ക്കാം. പെൻസിലോ സ്കെയിലോ യൂസ് ചെയ്തിട്ട് എന്നിട്ട് അവിടെ കാൽക്കുലേഷൻ ചെയ്യാം. 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 4ൽ എത്ര 3 ഉണ്ട്? 1 3s are 3. 1 into 3 3, 4 minus 3 1 കിട്ടും. നെക്സ്റ്റ് നമ്പർ 5. 15ൽ എത്ര 3 ഉണ്ട്? 5 3s are 15. 15 minus 15 0. ഇനി ഇറക്കിടാൻ നമ്പർ ഒന്നുമില്ല. അപ്പോൾ എത്ര 45ൽ എത്ര 3 ഉണ്ട്? 15. അപ്പോൾ 45/3 ഈക്വൽ ടു 15 എന്ന് കിട്ടും. അപ്പോൾ ഫിഫ്ത്ത് ടേം ഈക്വൽ ടു 45/3 എന്ന് വെച്ചാൽ 15. ഫിഫ്ത്ത് ടേം 15 എന്ന് കിട്ടി. ഫൈൻഡ് ഇറ്റ്സ് ഫിഫ്ത്ത് ടേം 15 എന്ന് കിട്ടി. അവിടെ 2 മാർക്ക് വരും. 2 മാർക്ക് 3 മാർക്കാണല്ലേ ടോട്ടൽ. അപ്പോൾ 1.5 1.5 ആയിരിക്കും. അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് എഴുതാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ മാർജിൻ്റെ ഉള്ളിൽ നമ്പർ ചെയ്താൽ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആദ്യം എഴുതി പോവാം കേട്ടോ. അറിയാത്തത് അവിടെ ഇങ്ങനെ വട്ടിട്ട് വെച്ചാൽ മതി, നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ലാസ്റ്റ് അത് എഴുതി കൊടുത്താൽ മതി, ആലോചിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ. അല്ലാതെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആദ്യം എഴുതി പോവാം. അപ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ, ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 9 ടേംസ്. 9 ടേംസിന് സം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം 9 ടേംസിന് സം എന്ന് പറയുമ്പോഴും സമ്മിൻ്റെ ഇക്വേഷൻ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഓഡ് നമ്പർ ഓഫ് ടേംസിന് സം ആയതുകൊണ്ട് സമ്മിൻ്റെ ഇക്വേഷൻ നമുക്ക് m into n എഴുതി കൂടെ? m into n എഴുതാം അല്ലേ സമ്മിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഫ്ത്ത് ടേം നമ്മൾ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു? 15 അല്ലായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പം 9 ടേംസ് എടുക്കുമ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് പറയുന്നത്. 9 ടേംസിന് സം എന്ന് പറയുമ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസ് തന്നെ ആയതുകൊണ്ട് നമുക്ക് m into n എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ 9 ടേംസ് എടുക്കുമ്പോൾ ഏതാണ് മിഡിൽ ടേം വരിക? 9 ഓഡ് നമ്പർ ആയതുകൊണ്ട് +1 ചെയ്തിട്ട് by 2 ചെയ്താൽ മതി. 1 കൂട്ടി പകുതിയാക്കാം. 9ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 10, 10ൻ്റെ പകുതി 5. അപ്പോൾ ഫിഫ്ത്ത് ടേം 5 അല്ല മിഡിൽ ടേം വരിക ഫിഫ്ത്ത് ടേം. 9 ടേംസ് എടുക്കുമ്പോൾ മിഡിൽ ടേം വരിക 9 + 1 by 2, 10/2 ഫിഫ്ത്ത് ടേം. ഫിഫ്ത്ത് ടേം ആണ് മിഡിൽ ടേം വരിക. ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് പറയുമ്പോൾ ഇവിടെ 9 ടേംസിൻ്റെ സമ്മല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻറ്റു 9. അപ്പോൾ ഫിഫ്ത്ത് ടേം നമ്മൾ കണ്ടുപിടിച്ചു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട്. ഇവിടെ മാത്സിൽ അധികം ഇങ്ങനെ കണക്ട് ചെയ്താണല്ലോ ആൻസർ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഫിഫ്ത്ത് ടേം 15 into 9, സമ്മ് 15 into 9. അപ്പോൾ സം കണ്ടുപിടിക്കാൻ 15നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5 into 9, 45ന് 5 എഴുതാം. പിന്നെ 4, 1 into 9 + 4, 13. ഓക്കെ അപ്പോൾ 15 into 9 ചെയ്തപ്പോൾ നമുക്ക് 135 കിട്ടി. ഓക്കെ അപ്പോൾ നമുക്ക് 9 ടേംസിൻ്റെ സമ്മ് കിട്ടി 135. അപ്പോൾ 3 മാർക്കിന് ആൻസർ ആയ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയില്ല ബി ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നതെങ്കിലോ ബി ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? അപ്പം 3B എന്ന് എഴുതാം. 3B ആണ് എഴുതുന്നതെങ്കിൽ 3B എന്ന് എഴുതാം. അതിൽ 3Bയിൽ 1 അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, രണ്ടും എഴുതി വെക്കണ്ട. 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ഏതാണോ അത് എഴുതാം. ഇനി രണ്ടും അറിയില്ലെങ്കിൽ കുറച്ചെങ്കിലും മാർക്ക് ഏതെങ്കിലും ഒന്ന് അറിയെങ്കിൽ അതേതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക. മാക്സിമം മാർക്ക് കിട്ടുന്നത് എ ആണോ ബി ആണോ നിങ്ങൾ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പം അതിൽ ബി ക്വസ്റ്റ്യന് അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. വാട്ട് നമ്പർ ഷുഡ് ബി ആഡഡ് ടു ദി ഫസ്റ്റ് ടേം ടു ഗെറ്റ് ദി 11th ടേം? ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത് ടു ദി ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത് 11th ടേം കിട്ടാൻ വേണ്ടിയിട്ട്? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യുക നമ്മൾ 11th ടേം കിട്ടാൻ വേണ്ടിയിട്ട്? 11th ടേം കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ നമ്മൾ 10D ആഡ് ചെയ്യുക. അപ്പോഴല്ലേ നമുക്ക് 11th ടേം കിട്ടുക.
11ാമത്തെ ടേം കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടേമിന്റെ കൂടെ 10D ആഡ് ചെയ്യണം. അപ്പൊ 10D ആണ് ആഡ് ചെയ്യേണ്ടത്. 10D എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ D എത്രയാണ്? 8, 11, 14 എന്ന് പറയുന്ന സീക്വൻസിന്റെ D എത്രയാണ്? സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം കുറയ്ക്കാം, തൊട്ട് ബാക്കിലത്തെ ടേം കുറയ്ക്കാം. 3 അല്ലേ? 11 കുറച്ചാൽ 3 ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. അപ്പൊ 10D എന്ന് പറഞ്ഞാൽ 10 കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ 10 3 30 അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? ഫസ്റ്റ് ടേമിന്റെ കൂടെ ഏത് നമ്പർ ആണ് ആഡ് ചെയ്യേണ്ടത്? 11th ടേം കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10D ആണ് ആഡ് ചെയ്യേണ്ടത്. 10D എന്ന് പറഞ്ഞാൽ 10 × 3 = 30 ആണ് ആൻസർ. ക്ലിയർ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 21 ടേംസ്. 21 ടേംസിന്റെ സം കണ്ടുപിടിക്കാൻ. ഇവിടെ മിഡിൽ ടേം ഒന്നുമില്ല അല്ലെ? മിഡിൽ ടേം 11th ടേം ആണ്. 11th ടേം നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓക്കെ, അങ്ങനെയും കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ S = M × N കണ്ടുപിടിക്കാം കേട്ടോ. M എന്ന് പറഞ്ഞാൽ 21 ടേംസിന്റെ സം എന്ന് പറയുമ്പോൾ എത്രാമത്തെ ടേം ആയിരിക്കും മിഡിൽ വരിക? 21 ഓഡ് നമ്പർ ആയതുകൊണ്ട് ഇങ്ങനെയും കണ്ടുപിടിക്കാം. മിഡിൽ ടേം വരിക 21 ഓഡ് ആയതുകൊണ്ട് +1/2 22/2 11th ടേം ആണ് മിഡിൽ വരിക. അപ്പൊ 11th ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 21. അപ്പൊ 11th ടേം കണ്ടുപിടിച്ചിട്ട് അതിലൂടെ വാല്യൂ കൊടുക്കുക, 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സമ്മിന് വേറൊരു ഇക്വേഷൻ കൂടെ പഠിച്ചിട്ടുണ്ട്, അതും കൂടെ ഇവിടെ പറയുകയാണ്. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഉണ്ട്. 21 ടേംസിന് സം കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 21st ടേം. അപ്പോൾ ഇവിടെ 21st ടേം നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ 2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു d. ഇതും ചെയ്യാം. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, ഈ ഇക്വേഷൻ ഉണ്ട് കേട്ടോ. അരിത്മെറ്റിക് സീക്വൻസിന് സം കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് കാണിച്ചു തരാം. 21 n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, 21 ടേംസിന്റെ സം അല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 21/2 ഇൻറ്റു 2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം 8 ആണ്. പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ എത്ര ടേംസിന്റെ സമ്മ കണ്ടുപിടിക്കുന്നത്? 21. അപ്പൊ 21 - 1 എന്ന് പറഞ്ഞാൽ 20D. 20D എന്ന് പറഞ്ഞാൽ d എത്രയാണ്? ഇവിടെ 8, 11 എന്ന് പറയുമ്പോൾ 3 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് വേണം അഡിഷൻ ചെയ്യാൻ. ബ്രാക്കറ്റിന്റെ പുറത്ത് 21/2. അപ്പൊ അത് തൽക്കാലം ഇവിടെ പോയിന്റ് വരുന്നതുകൊണ്ട് ഓഡ് നമ്പർ ആയതുകൊണ്ട് ഡിവിഷൻ ചെയ്യുന്നില്ല. നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ ആദ്യം ചെയ്ത് നോക്കാം. അപ്പൊ 2 8 എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 20 3 എന്ന് പറഞ്ഞാൽ 60. 2 3 6 0 ഇട്ട് കൊടുക്കാം. ഇനി 21/2 ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആഡ് ചെയ്യാം. 16 പ്ലസ് 60 എന്ന് പറയുമ്പോൾ 76. ഇനി ഇവിടെ ഈ 21 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോയിന്റ് വരും. പക്ഷെ ഇവിടെ 76 ഈവൺ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 17ന്റെ പകുതി 35, 6ൻ്റെത് 3. അപ്പോൾ 35ഉം 3ഉം 38 അല്ലേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരിക. അപ്പോൾ 21 × 38 ചെയ്താൽ മതി. 21 × 38. അപ്പോൾ നമുക്ക് സമ്മ് കിട്ടും. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം സമ്മ് കണ്ടുപിടിക്കാൻ? S = n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം xn, x1 പ്ലസ് xn. അപ്പോൾ 21 ടേംസിന്റെ സം ആണെങ്കിൽ 21/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് 21st ടേം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? 21st ടേം ഇവിടെ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടി വരും. 21st ടേം കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേമിന്റെ കൂടെ 20D ആഡ് ചെയ്താൽ മതി. ഇവിടെ ഫസ്റ്റ് ടേം 8 ആണെന്നും d 3 ആണെന്നും നമുക്കറിയാം. 8ന്റെ കൂടെ 23 ആഡ് ചെയ്യാം. അങ്ങനെ 8 പ്ലസ് 20 പ്ലസ് 20 ഇൻറ്റു 3 60. അപ്പോൾ 68 ആണ് 21st ടേം. അപ്പോൾ 21/2 ഇൻറ്റു 8 പ്ലസ് 68. അപ്പോഴും നമുക്ക് എന്തെന്നെ കിട്ടുന്നുണ്ട്? 8 പ്ലസ് 68 76 തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ സെയിം ആൻസർ തന്നെ വരും കേട്ടോ. 38 കിട്ടും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 38 കിട്ടും. 38 × 21 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇക്വേഷൻ ചെയ്താലും കറക്റ്റ് തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾ ഏത് ഇക്വേഷൻ ആണോ പഠിച്ചത് അത് തന്നെ ചെയ്താൽ മതി. ഇനി ഇക്വേഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഈസി പഠിക്കാൻ അത് ചെയ്യാം. n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന് പറഞ്ഞാലും ഇനി xn തന്നിട്ടില്ല, ലാസ്റ്റ് ടേം തന്നിട്ടില്ല, സെപ്പറേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d ചെയ്താലും കറക്റ്റ് തന്നെ കിട്ടും കേട്ടോ. ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ ഓപ്ഷൻ ഒന്നുമില്ല, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് ഇടുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്?
നമുക്ക് തേർഡ് അരിത്മെറ്റിക് സീക്വൻസിലെ തേർഡ് ടേം 7 ആണെന്നും 7th ടേം തേർഡ് ആണെന്നും തന്നിട്ടുണ്ട്. തേർഡ് ടേം 7 ആണ്, പിന്നെ മുന്നോട്ട് പോയിട്ട് 7th ടേം ആയപ്പോൾ 3 ആയിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞാണ് വരുന്നത്, അത് ശ്രദ്ധിക്കണേ. കുറഞ്ഞ് വരുമ്പോൾ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആയിരിക്കും. ഇവിടുത്തെ റൈറ്റ് ദി ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേർഡ് ടേം തന്നിട്ടുണ്ട്. ഫസ്റ്റ് 3 ടേം എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേം ഒക്കെ വേണം. അപ്പോൾ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അടുത്തടുത്ത ടേം തന്നിട്ടില്ലെങ്കിൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ ഇല്ലാതെയും ചെയ്യാം കേട്ടോ. ഇക്വേഷൻ ഇല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല ഇക്വേഷൻ, അപ്പോൾ അതില്ലാണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, മുമ്പിലുള്ള ടേം ബൈ ബാക്കിലുള്ള ടേം മൈനസ് ബാക്കിലുള്ള ടേം. മുമ്പിലുള്ള ടേം തേർഡ് ടേം ആണോ 7th ടേം ആണോ? മുമ്പിലുള്ളത് 7th ടേം ആണ്. 7th ടേം എത്രയാ? 3. 7th ടേം 3 ആണ്. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടേംസ് തന്നെ എടുക്കണേ. 7th ടേം 3 ആണ്. മൈനസ് നമുക്ക് വേണമെങ്കിൽ സൈഡിൽ തന്ന കാര്യം എഴുതാം. തേർഡ് ടേം 7, 7th ടേം 3. അപ്പോൾ മുമ്പിലുള്ള ടേം 3 ആണ്. 7th ടേം മുമ്പിലുള്ള 3 ആണ്. ബാക്കിലുള്ള ടേം 7 ആണ്. അപ്പോൾ 3 എന്നാണ് 7 മൈനസ് ചെയ്യേണ്ടത്. നെഗറ്റീവ് ആയിരിക്കും വരിക. മുമ്പോട്ട് പോകുമ്പോൾ കുറഞ്ഞു വരുമ്പോൾ കോമൺ ഡിഫറൻസ് എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇതിന്റെ പൊസിഷൻ ഡിഫറൻസ് ആണ് താഴെ എഴുതേണ്ടത്. തേർഡിന്റെ പൊസിഷൻ ഏതാ? തേർഡ് ഏത് പൊസിഷനിലാ? 7th പൊസിഷനിലല്ലേ? അപ്പോൾ 7 മൈനസ് ഈ 7ന്റെ പൊസിഷൻ താഴെ എഴുതണം. 7 ഏത് പൊസിഷനിലാ? 7 എന്ന് പറയുന്ന ടേം തേർഡ് ടേം അല്ലേ 7? അപ്പോൾ 7ന്റെ പൊസിഷൻ 3. 7ന്റെ പൊസിഷൻ 3. അപ്പം 3 മൈനസ് 7 എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് വലുത് കുറയ്ക്കുമ്പോൾ നെഗറ്റീവ്. 7 മൈനസ് 3 വലുതെന്ന് ചെറുത് കുറച്ചാൽ 4. നെഗറ്റീവ് 4 ബൈ 7 മൈനസ് 3 4. അപ്പം നെഗറ്റീവ് ബൈ പോസിറ്റീവ് ആണ്. അപ്പോൾ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഡിഫറൻസ് അതിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും ഡിവിഷൻ ചെയ്താലും ഒക്കെ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ മുകളിലും താഴെയും ഡിഫറൻ്റ് ആണ്. താഴെ നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ ക്യാൻസൽ ആയി പോയിരുന്നു. ഇവിടെ ഡിഫറൻ്റ് ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആയിരിക്കും. 4/4 എന്ന് പറയുമ്പോൾ 1 കിട്ടും. നെഗറ്റീവ് 1 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. അപ്പം നെഗറ്റീവ് 1 എന്ന് പറയുമ്പോൾ മുന്നോട്ട് പോകും തോറും കുറഞ്ഞാണ് വരുന്നത്, 1 കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? 1 കൂടുതലായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ തേർഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യന് സീക്വൻസിലെ ഫസ്റ്റ് 3 ടേംസ് എഴുതാനാണല്ലോ. അപ്പോൾ തേർഡ് ടേം 7 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ടേം എന്തായിരിക്കും? ഒന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് കുറയല്ലേ, അപ്പോൾ ബാക്കോട്ട് പോകുമ്പോൾ ഒന്ന് കൂടണം. അല്ലെങ്കിൽ 7 ബാക്കോട്ട് പോകാന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. നെഗറ്റീവ് 1 കുറയ്ക്കാന്ന് പറയുമ്പോൾ 7 നെഗറ്റീവ് 1 കുറയ്ക്കാന്ന് പറയുമ്പോൾ 2 മൈനസ് അടുത്തടുത്ത് വന്നു, അപ്പോൾ പ്ലസ് ആണ് വരും. 7 + 1 8 വരും അല്ലേ? ഫസ്റ്റ് ടേമോ? അപ്പോൾ ബാക്കോട്ട് പോകുമ്പോൾ ഇങ്ങനെ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ 1 കുറയുന്നു, അപ്പോൾ ബാക്കോട്ട് പോകുമ്പോൾ 1 കൂടേണ്ടി വരും. അപ്പം 9, 8, 7 1 കുറഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ 3 ടേംസ് നമ്മൾ എഴുതി. അപ്പോൾ 1ന്റെ ആൻസറായി. ഈ സെക്കൻഡ് എന്താണ്? 0ന്റെ പൊസിഷൻ. 0ന്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി പോകുമ്പോൾ എത്രാമത്തെ ടേമാണ് 0 വരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് nth ടേം 0 ആയിട്ട് എടുക്കാം. 0 ഏത് പൊസിഷനിലാണ്? 0 കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ n-1d ആഡ് ചെയ്യണം അല്ലേ? അല്ലെങ്കിൽ dn + f - d, xn = dn + f - d എന്നുള്ള ഇക്വേഷൻ എഴുതിയാലും മതി. അപ്പോൾ അവിടെ xn എന്ന് പറഞ്ഞാൽ 0 ആണ്, nth ടേം 0 ആണ്. എന്നിട്ട് n ആണ് കണ്ടുപിടിക്കേണ്ടത്, പൊസിഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം 9 അല്ലേ? 9 + n നമുക്കറിയില്ല. -1 × d ഇവിടെ -1 അല്ലേ? അപ്പോൾ 9 + -1 × n എന്ന് പറഞ്ഞാൽ -n. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആവും. 1 × 1 1. അപ്പം 9 ലെഫ്റ്റിലോട്ട് പോകും. 9 + 1 10 വരും. 10 - n വരും. അപ്പോൾ n നമുക്ക് 9ഉം 1ഉം കൂടെ ആഡ് ചെയ്തിട്ടാണ് 10 കിട്ടിയിട്ടുള്ളത്. പിന്നെ -n ആണ്. അപ്പം -n പ്ലസ് ആക്കാൻ വേണ്ടി റൈറ്റിലോട്ട് കൊണ്ടുപോവാണ്. റൈറ്റിൽ 0 ഉണ്ട്. അപ്പം -n അങ്ങോട്ട് വന്നാൽ +n ആവും. അപ്പോൾ 0 + n n വരും. റൈറ്റ് സൈഡിൽ 10ഉം 0 n എത്രയാണ് വരുന്നത്? 0ന്റെ പൊസിഷൻ വരുന്നത് 10 ആണ് കേട്ടോ. അല്ലെങ്കിൽ xn = dn + f - d എന്നുള്ള ഇക്വേഷൻ ചെയ്താലും കിട്ടും. xn എന്ന് പറഞ്ഞാൽ 0 ആണ്, d എന്ന് പറഞ്ഞാൽ ഇവിടെ -1 ആണ്. -1 × n എന്ന് പറഞ്ഞാൽ -1n.
പ്ലസ് ഫസ്റ്റ് ടേം ഇവിടെ 9 ആണ്, മൈനസ് കോമൺ ഡിഫറൻസ് ഇവിടെ -1 ആണ്. അപ്പോൾ മൈനസ് ഉള്ള ഡിന്റെ വാല്യൂ -1, അപ്പോൾ 2 മൈനസ് അവിടെ വന്നേ. -1 എന്ന് പറഞ്ഞാൽ മൈനസ് തന്നെ, പ്ലസ് 9 മൈനസും മൈനസും അടുത്തടുത്ത് വന്നാൽ അത് പ്ലസ് ആവും കേട്ടോ. മൈനസും മൈനസും അടുത്തടുത്ത് വന്നാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഒന്നാക്കണം. അപ്പോൾ മൈനസിൻ്റെ മൈനസ് പ്ലസ് ആണ്. അപ്പോൾ ഓർത്ത് വെക്കണേ, മൈനസിൻ്റെ മൈനസ് പ്ലസ് ആണെന്നും ഡിഫറൻസ് അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് ആണെന്നൊക്കെ. അപ്പം 9 + 1 10 വന്നു. അപ്പോൾ ഇവിടെ മൈനസ് n റൈറ്റിലോട്ടുണ്ടായാൽ 0 + n എന്ന് പറയും. 0 + n എന്ന് പറഞ്ഞാൽ n തന്നെ. റൈറ്റ് സൈഡിൽ n അങ്ങോട്ട് കൊണ്ടുപോയാൽ റൈറ്റ് സൈഡിൽ 10 മാത്രമേ ഉള്ളൂ. അപ്പം അപ്പോഴും n 10 തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊസിഷൻ 0ൻ്റെ പൊസിഷൻ 10 ആണെന്ന് കണ്ടുപിടിച്ചു. സീക്വൻസ് 9 8 7 ഫസ്റ്റ് 3 ടേംസ് എഴുതി. ഇനി സമ്മ് കണ്ടുപിടിക്കണം. സം ഓഫ് ഫസ്റ്റ് 19 ടേംസ്. 19 ടേംസ് എടുക്കുമ്പോൾ 10th ടേം അല്ലേ മിഡിൽ വരിക. ഇവിടുത്തെ 10th ടേം എത്രയാ? 0ൻ്റെ പൊസിഷനാണ് 10. അപ്പോൾ 10th ടേം ആണ് 0. അപ്പോൾ നമുക്ക് s = സമ്മ് കണ്ടുപിടിക്കാൻ 19 ടേംസിൻ്റെ സമ്മ് ആയതുകൊണ്ട് m × n എഴുതുന്നതല്ലേ നല്ലത്. മിഡിൽ ടേം 10th ടേം അല്ലേ മിഡിൽ ടേം വരിക. 19 ടേംസിൻ്റെ സമ്മ് എന്ന് പറയുമ്പോൾ 19 ഓഡ് നമ്പർ ആയതുകൊണ്ട് +1/2 20/2 10th ടേം ആണ് മിഡിൽ വരിക. ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 19. 10th ടേം എന്ന് പറയുന്നത് 0 അല്ല, 0ൻ്റെ പൊസിഷൻ 10 ആണ് നമ്മൾ കണ്ടു. അപ്പോൾ 10th ടേം ആണ് 0. അപ്പോൾ 0 × 19 എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയിരിക്കും സമ്മ് വരിക. അപ്പോൾ 19 ടേംസിൻ്റെ സമ്മ് 0 ആണ് വരിക. കാരണം ഇവിടെ നെഗറ്റീവ് വരും, നെഗറ്റീവ് നമ്പേഴ്സ് വരും. അപ്പോൾ സമ്മ് 0. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ സമ്മ് 0 വന്നോളും. അപ്പോൾ സമ്മ് 0 വരുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ. അപ്പം നെക്സ്റ്റ് 4 ക്വസ്റ്റ്യൻ ആൻസർ. 4 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അവിടെ 3 ക്വസ്റ്റ്യൻ ചെയ്താൽ 4 മാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അരിത്മെറ്റിക് സീക്വൻസിലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 6 ക്വസ്റ്റ്യൻ വരെ അരിത്മെറ്റിക് സീക്വൻസ് 1ാമത്തെ ചാപ്റ്റർ എന്നുള്ളതാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ 5 എന്ന് എഴുതാം. 5ൽ ഓർ ക്വസ്റ്റ്യൻ ആണ്. എ ഓർ ബി ചെയ്താൽ മതിയോ? ഇവിടെ ഓർന്ന് എഴുതിയിട്ടില്ല. 5 എയും ബിയും ചെയ്യണോ? അപ്പോൾ അവിടെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ വായിക്കാട്ടോ. ഏതെങ്കിലും ഒന്നാണോ എഴുതേണ്ടതെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ എയും ബിയും നമുക്ക് പറയാം. എ എന്താണ്? 5ൽ എയിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ആദ്യം വായിച്ചു നോക്കാം കേട്ടോ. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ്. 7 ടേംസിന് സമ്മ് തന്നിട്ടുണ്ട്. എത്രയാണ്? 70. അപ്പോൾ 7 ടേംസിന് സമ്മ് എന്ന് പറയുമ്പോൾ S7 70 ആണെന്ന് തന്നിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 13 ടേംസ്. 13 ടേംസിന് സമ്മും തന്നിട്ടുണ്ട്. S13 351. ഫസ്റ്റത്തെ 13 ടേംസിന് സമ്മും ഫസ്റ്റത്തെ 7 ടേംസിന് സമ്മും. 4th ടേം കണ്ടുപിടിക്കണം. 7 ടേംസിന് സമ്മ് തന്നിട്ട് 4th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 7 ടേംസിന് സമ്മ് എടുക്കുമ്പോൾ 4th ടേം അല്ലേ മിഡിൽ വരിക. 7 + 1 8 8/2 4 4th ടേം ആണ് മിഡിൽ വരിക. അപ്പോൾ 7 ടേംസിന് സമ്മിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ മതി. m × n ആണ്. മിഡിൽ ടേം എന്ന് പറയുന്നത് 4th ടേം ആണ്. അപ്പോൾ 4th ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ 7 ടേംസിൻ്റെ സമ്മ് ആയതുകൊണ്ട് 7. അപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂ കൊടുത്താൽ മതി. 7 ടേംസിൻ്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്. സമ്മ് 70 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 4th ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 4th ടേമിനെ ഒരു സൈഡിൽ ഒറ്റയ്ക്കാക്കുക. അതിൻ്റെ കൂടെയുള്ള ഇൻറ്റു 7നെ 70ൻ്റെ അടുത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എന്താ സംഭവിക്കുക? ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ 4th ടേം ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ 70 ഉണ്ട്. ഇൻറ്റു 7 അങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ /7 ആവും. അപ്പോൾ 4th ടേം ഈക്വൽ ടു 70/7 ഈക്വൽ ടു 10. 70ൽ എത്ര 7 ഉണ്ട്? 10 7 അല്ലേ. അപ്പോൾ 4th ടേം 10 എന്ന് കിട്ടി. അപ്പോൾ 4th ടേം ഈക്വൽ ടു 10. അതിന് ആൻസറായി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? 7th ടേം. 7th ടേം എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ തന്ന കാര്യമാണ്. 13 ടേംസിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്. 351 351. 13 ടേംസിൻ്റെ സമ്മ് എടുക്കുമ്പോൾ അവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത് 13 ഓഡ് നമ്പർ ആണ്. +1/2 +1 ചെയ്താൽ 14/2 7th ടേം അല്ലേ മിഡിൽ ടേം വരിക. അപ്പോൾ 13 ടേംസിൻ്റെ സമ്മ് എടുക്കുമ്പോൾ മിഡിൽ ടേം എന്ന് പറയുന്നത് 7th ടേം ആണ്. 13 + 1/2 14/2 7th ടേം ആണ് മിഡിൽ വരിക. ഇൻറ്റു 13 ടേംസിൻ്റെ സമ്മ് ആയതുകൊണ്ട് n 13 വരും. m × n എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ വാല്യൂ കൊടുത്തതാണ്. അപ്പോൾ x7 ആണ് കണ്ടുപിടിക്കേണ്ടത്. 13 ടേംസിൻ്റെ സമ്മ് 351 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടതിന് ഒരു സൈഡിൽ ഒറ്റയ്ക്കാക്കുക. ഇൻറ്റു 13നെ 351ൻ്റെ അടുത്തോട്ട് വരുമ്പോൾ 351/13 എന്നാവും കേട്ടോ. അപ്പോൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അവിടെ. അപ്പോൾ 351നെ റൈറ്റ് സൈഡിൽ മാർജിൻ വരയ്ക്കുക. അവിടെ കാൽക്കുലേഷനൊക്കെ അവിടെ ചെയ്യാം.
35 എത്ര 13 ഉണ്ട്? 2 13 26 വരും. 3 13 എത്ര വരിക? 39 വരൂല. അപ്പൊ 2 13 പോവുള്ളൂ. 2 13 26 മൈനസ് ചെയ്താൽ 5 6 പോവില്ല. 15 6 പോയാൽ 9 അല്ലേ? 2 അപ്പോൾ 9 ആണ്. 35 26 മൈനസ് ചെയ്താൽ 9. അടുത്ത നമ്പർ 91. 91 എത്ര 13 ഉണ്ടെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കാം? 91 എത്ര 13 ഉണ്ടാവും? എത്ര 3 ആണ് 1 വരുന്നത്? 7 3 വരൂലേ? അല്ലെ? 7 3 21 1 ഉണ്ട്. 7 3 ആണോ നമുക്ക് നോക്കാം. 7 3 21 1 ബാക്കി 2. ഒരു 7ഉം 2ഉം 9. യെസ്, 7 13 ആണ് 91 വരുന്നത്. 91 മൈനസ് 91 0. ഇനി നമ്പർ ഒന്നുമില്ല ഇറക്കിടാൻ. അപ്പോൾ 27 13 ആണ് കേട്ടോ. 351. അപ്പം 351നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 17ാമത്തെ ടേം കിട്ടും. നമുക്ക് x17 ഈക്വൽ ടു 351/13. x17 ഈക്വൽ ടു 351/13 ചെയ്തപ്പോൾ 27 ആണ് ആൻസർ കിട്ടിയത്. ഓക്കെ, അപ്പോൾ 17th ടേം 17 അല്ലല്ലോ, 7th ടേം. ഇതെങ്ങനെയാ 17th വന്നത്? സോറി, 7th ടേം ഈക്വൽ ടു 27. 7ാമത്തെ ടേം വരുന്നത് 27 ആണ്. ഈ 27നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്, സോറി 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 13 ടേംസിന് സമ്മ് 351 കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യന് ചെയ്തു. തേർഡ് ക്വസ്റ്റ്യന് 10 ടേംസിന്റെ ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. ഇതും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മക്കൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി കേട്ടോ. 4 മാർക്കേ ഉള്ളൂ. എ ഓർ ബി ഏതാണോ നിങ്ങൾക്ക് ഈസി അത് ചെയ്താൽ മതി. ഓർ ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കല്ലേ ഉള്ളൂ. ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയാ ചെയ്യുക? തേർഡ് ക്വസ്റ്റ്യന് 10 ടേംസിന് സം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 10 ടേംസിന് സം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഈവൺ നമ്പർ അല്ലേ? ഈവൺ നമ്പർ പറയുമ്പോൾ സം ഓഫ് വൺ പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയർസ്. സം ഓഫ് വൺ പെയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേമിന്റെ 10th ടേം, ഫസ്റ്റ് ടേമും 10th ടേമും എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ മിഡില് 10ന്റെ പകുതി 5ാമത്തെ ടേമും 6ാമത്തെ ടേമും പെയറാണ്. അപ്പൊ രണ്ട് ടേമും കണ്ടുപിടിച്ചിട്ട് അതിന്റെ സമ്മ് കണ്ടുപിടിച്ചിട്ട് എത്ര പെയർസ് ഉണ്ടാവും? 10 ടേംസ് എടുക്കുമ്പോൾ 5 പെയർ. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ സമ്മിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 10/2 ഇൻറ്റു ഫസ്റ്റ് ടേമും 10th ടേം എന്തായാലും കണ്ടുപിടിക്കണം. 4th ടേമും കിട്ടിയിട്ടുണ്ട്, 7th ടേമും കിട്ടിയിട്ടുണ്ട്. 4th ടേം എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 10. 7th ടേമോ? 7th ടേം 27. ഇത് വെച്ചിട്ട് 10 ടേംസിന് സം കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടേമും 10th ടേമും വേണം. രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. എന്തായാലും ഫസ്റ്റ് ടേമും 10th ടേമും വേണം. അപ്പോൾ 4th ടേമും 10th ടേമും വെച്ചിട്ട് നമ്മളിത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് അറേസ് ചെയ്യണ്ടേ. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. ആദ്യം ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ കോമൺ ഡിഫറൻസ് വേണ്ടേ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 4th ടേമും 7th ടേമും തന്നാൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4th ടേമും 7th ടേമും 10ഉം 27ഉം. മുമ്പിലുള്ള ടേം 7th ടേമാണ് എന്ന് വെച്ചാൽ 27. മുമ്പിലുള്ള ടേമും തന്നെ ബാക്കിലുള്ള ടേമും ഓർക്കണം. ബാക്കിലുള്ള ടേം 4th ടേമാണ്, അത് 10 ആണ്. ഇതാണ് ടേംസ് വരുന്നത്. ബൈ അതിന്റെ പൊസിഷൻ ആണ് 27ന്റെ പൊസിഷൻ ആണ് 7 മൈനസ് 10ന്റെ പൊസിഷൻ താഴെ ചെയ്താൽ 10 ഏത് പൊസിഷൻ അല്ല? 4th ടേം ആണ്. അപ്പോൾ 4 ആണ് പൊസിഷൻ. 27 10 മൈനസ് ചെയ്താൽ 17 ബൈ 7 മൈനസ് 4 3. ഓക്കെ, അപ്പോൾ നമുക്ക് 17/3 എന്നാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ തന്നെ കൊടുക്കാം കേട്ടോ. 17/3 ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് ഒക്കെ വരുമല്ലോ. അപ്പോൾ 17/3 തന്നെ മതി. നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ തന്നത് എന്താണ്? 4th ടേം തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 4th ടേമിൽ ഫസ്റ്റ് ടേമിൽ എത്തണമെങ്കിൽ ബാക്കോട്ട് അല്ലേ? അപ്പോൾ ഡി കുറയ്ക്കുകയാണ് വേണ്ടത്. എത്ര ഡി കുറയ്ക്കണം? 4th നിന്ന് ഫസ്റ്റിൽ എത്തണമെങ്കിൽ 3 ഡി കുറച്ചാൽ പോരെ. കാരണം ഫസ്റ്റ് ടേമിന്റെ കൂടെ 3 ഡി കൂട്ടിയാലാ 4th ടേം കിട്ടുക. അപ്പോൾ 4th ടേമിൽ നിന്ന് 3 ഡി കുറച്ചാലാണ് ഫസ്റ്റ് ടേം കിട്ടുക. 4th ടേം 10 ആണ് തന്നിട്ടുണ്ട്. 10 നിന്ന് 3 ഡി കുറയ്ക്കാന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ഡി. ഡി എത്രയാ? 17/3. കണ്ടോ? അപ്പോൾ ഈ 3 ക്യാൻസൽ ആയി പോകും. 10 നിന്ന് 17 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറുതുനിന്ന് വലുത് കുറയ്ക്കലാണ്. അപ്പോൾ നെഗറ്റീവ് വരും. എന്നിട്ട് 17 നിന്ന് 10 കുറയ്ക്കാം. അപ്പോൾ -7 ആണ് കേട്ടോ ഫസ്റ്റ് ടേം.
പിന്നെയോ പിന്നെ എന്താ നമുക്ക് 10th ടേം കണ്ടുപിടിക്കണം അല്ലേ. ഫസ്റ്റ് ടേം കിട്ടി. ഇനി 10th ടേം കിട്ടാൻ വേണ്ടിയിട്ട് 10th ടേം എങ്ങനെയാ കണ്ടുപിടിക്കുക? 10th ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 9D കൂട്ടാം, അല്ലെങ്കിൽ 7th ടേം ഒക്കെ 7th ടേമിൻ്റെ കൂടെ 3D കൂട്ടുന്നതായിരിക്കും അല്ലേ നല്ലത്. 7th ടേമിൻ്റെ കൂടെ 3D കൂട്ടാം. അപ്പം 3D എന്ന് വരുമ്പോൾ ഈ D 17/3 ആയതുകൊണ്ട് ഇതാണ് എളുപ്പം. 3D കൂട്ടാന്ന് പറഞ്ഞാൽ 3D എന്ന് ആദ്യം എഴുതാം അല്ലേ. സെവൻത്ത് ടേമിൻ്റെ കൂടെ ആണെങ്കിൽ 3D ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ. 7th ടേമിൻ്റെ കൂടെ 3D കൂട്ടിയാലാണ് 10th ടേം കിട്ടുക. 7th ടേം എത്രയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് 27 കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം 27 പ്ലസ് 3D എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു D. D എത്രയാ? 17/3. അപ്പോൾ D 3 ക്യാൻസൽ ആയി പോയാൽ 27 പ്ലസ് 17. 7 പ്ലസ് 7 14. ബാക്കി 1 2 പ്ലസ് 1 പ്ലസ് 1 4 44. ചെയ്ത് നോക്കാം കേട്ടോ. 27 പ്ലസ് 17 44 കിട്ടി. ഫസ്റ്റ് ടേമും കിട്ടി, 10th ടേമും കിട്ടി. ഇനി നമുക്ക് സമ്മിൻ്റെ ഏത് ഇക്വേഷൻ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. സമ്മിൻ്റെ ഇക്വേഷൻ സം ഓഫ് 1 പെയർ ഇൻറ്റു 10 ടേംസിൻ്റെ സം അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈവൺ നമ്പർ ഓഫ് ടേംസിൻ്റെ സം കണ്ടുപിടിക്കാൻ സം ഓഫ് 1 പെയർ, അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഈവൺ നമ്പർ ഓഫ് ടേംസിൻ്റെ സം കണ്ടുപിടിക്കാൻ സം ഓഫ് 1 പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ്, അല്ലെങ്കിൽ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് 10th ടേം. 10 ടേംസിൻ്റെ സം ആയതുകൊണ്ട് ഇതും ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇത് വെച്ച് കാണിച്ചു തരുന്നുള്ളൂ. ഒരു പെയറിൻ്റെ സം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൻ്റെ 10th ടേമിൻ്റെ സം, അതൊരു പെയറാണ്. ഫസ്റ്റ് ടേം പ്ലസ് 10th ടേം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം -7 പ്ലസ് 10th ടേം 44. അപ്പോൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ആദ്യം എഴുതാം, പിന്നെ നെഗറ്റീവ് എഴുതാം. അപ്പോൾ 44 മൈനസ് 7 37. 44 7 മൈനസ് ചെയ്താൽ 4 മൈനസ് ചെയ്താൽ 40, 3 കൂടെ മൈനസ് ചെയ്താൽ 37 ആണ് ഒരു പെയറിൻ്റെ സം. ഫസ്റ്റ് ടേമും 10th ടേമും ഒരു പെയറാണ്. നമ്പർ ഓഫ് പെയർസ് എന്ന് പറഞ്ഞാൽ 10 ടേംസിൻ്റെ സം എടുക്കുമ്പോൾ 5 പെയർ ഉണ്ടാവും. അപ്പോൾ 37 ഇൻറ്റു 5 ചെയ്താൽ 370ൻ്റെ പകുതി 170 35 185 കിട്ടും കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്താൽ ഓക്കെ. അല്ലെങ്കിൽ n/2 എന്ന് പറയുമ്പോൾ 10/2 സം കണ്ടുപിടിക്കാൻ 10/2 ഇൻറ്റു ഫസ്റ്റ് ടേം -7 പ്ലസ് 44. അപ്പോഴും നമുക്ക് 37 ഇൻറ്റു 5 തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 10 ടേംസിൻ്റെ സമ്മും കണ്ടുപിടിച്ചു. ഇനി ബി ക്വസ്റ്റ്യൻ, ഇനി ഫസ്റ്റത്തെ ഭയങ്കര ടഫാന്ന് തോന്നുകയാണെങ്കിൽ ബി ക്വസ്റ്റ്യനും ചെയ്യാം. ബി ക്വസ്റ്റ്യൻ 5ൽ ബി എന്ന് എഴുതണം ക്വസ്റ്റ്യൻ നമ്പർ. എന്നിട്ട് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 6th ടേം 11th ടേം ഈ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അല്ല, ഈ രീതിയിൽ സം അല്ല ഇവിടെ തന്നത്. സമ്മിൻ്റെത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 6th ടേം തന്നിട്ടുണ്ട്. 6th ടേം ആണ്. 6th ടേം 31. 11th ടേം ഇതൊന്നും കൂടെ ഈസിയാന്ന് തോന്നുന്നു അല്ലേ. എന്നിട്ട് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഇതൊന്നും കൂടി ഈസിയാണ്. സമ്മിൻ്റെ ഇക്വേഷനൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. 6th ടേമിൽ നിന്ന് എത്ര ഡി കുറയ്ക്കണം? അപ്പം ഡി കണ്ടുപിടിക്കണം. അടുത്തടുത്ത ടേം അല്ല, ഡിഫറെൻറ്റ് ടേംസ് ആണ് തന്നതെങ്കിൽ നമുക്ക് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ മുമ്പിലുള്ള ടേമിൽ നിന്ന് ബാക്കിലുള്ള ടേം തന്നെ കുറയ്ക്കണേ. 11th ടേം ആണ് 44. അതിൽ നിന്ന് 6th ടേം കുറയ്ക്കണം. അപ്പോൾ ഡി കണ്ടുപിടിക്കുക എങ്ങനെയാണ്? 11th ടേം 44 മൈനസ് ബാക്കിയുള്ള 6th ടേം 31. പിന്നെ അതിൻ്റെ പൊസിഷൻ 44 11th പൊസിഷനിലാണ്, മൈനസ് 31 6th പൊസിഷനിലാണ്. ടേംസ് തന്നെ മുകളിൽ എഴുതണേ. അപ്പം മൈനസ് ചെയ്താൽ 13 കിട്ടും അല്ലേ. 13/5. അപ്പോൾ ഇതിങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. 11 6 കുറച്ചാൽ 5. അപ്പോൾ 13/15 ഡിവിഷൻ ചെയ്യാൻ പോകണ്ട, അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നത് 6th ടേം ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ ഈ 6th ടേമിൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കണം? 5D കുറയ്ക്കണം. 6th ടേം എത്രയാണ് തന്നിട്ടുണ്ട്? 31 ആണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 5D എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു D 13/5. 5 ക്യാൻസൽ ആയി പോകും. 31 നിന്ന് 13 മൈനസ് ചെയ്താൽ എത്രയാണ് കിട്ടുക എന്നുള്ളത് എഴുതിയാൽ മതി കേട്ടോ. 31 നിന്ന് റൈറ്റ് സൈഡിൽ കാൽക്കുലേഷൻ ചെയ്താൽ മതി. 13 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ 11, ഇത് കുറച്ച് 3 കുറച്ചാൽ 8, 2 18 വരും കേട്ടോ.
ഫസ്റ്റ് ടേം 18. പിന്നെ 16th ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 11th ടേമിന്റെ കൂടെ 5d കൂട്ടിയാൽ മതി. അപ്പൊ 5d എന്ന് പറയുമ്പോൾ d ഇവിടെ 13/5 ആയതുകൊണ്ട് 11th ടേമിന്റെ കൂടെ 5d കൂട്ടുമ്പോൾ 5 ക്യാൻസൽ ആയി പോകും. കണ്ടുപിടിക്കാലോ. പിന്നെ ഇവിടെ സമ്മ് ചോദിച്ചിട്ടുണ്ട്, 26 ടേംസിന്റെ സമ്മ്. 26 ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് 26th ടേം കണ്ടുപിടിച്ചിട്ട് ഫസ്റ്റ് ടേം കൂടെ കണ്ടുപിടിച്ചല്ലോ, ഇനി 26th ടേമും കൂടെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യന് സമ്മിന്റെ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇവിടെ പറയാത്തത്. ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് എനിക്ക് ആൻസർ സെൻഡ് ചെയ്താൽ മതി. ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അടുത്തത് നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതണം. ലീവിംഗ് റിമൈൻഡർ 1 or 5 ഓൺ ഡിവിഷൻ ബൈ 8. 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 or 5 റിമൈൻഡർ വരണം. അപ്പോൾ 1 or 5 റിമൈൻഡർ വരാന്ന് പറയുമ്പോൾ 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 or 5 റിമൈൻഡർ വരണം. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 8ന്റെ പകുതി, 1 ഉം 5 ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 ആയിരിക്കും. അപ്പൊ 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരണമെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും? 8ന്റെ കൂടെ ഈ 1 ആഡ് ചെയ്തത് 9 ആയിരിക്കും. അപ്പം 9 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 അവിടെ റിമൈൻഡർ വരും, 8 റിമൈൻഡർ അവിടെ 1 വരും. നെക്സ്റ്റ് നമ്പർ 1 or 5 വന്നാൽ മതി. 8 കൂട്ടിയാൽ 1 അവിടെ റിമൈൻഡർ വരുള്ളൂ, 5 വന്നാലും മതിയല്ലോ. അപ്പം 5 റിമൈൻഡർ വരണമെങ്കിൽ ഇവിടെ ഇപ്പോൾ 1 റിമൈൻഡർ വന്നു. ഇനി 5 റിമൈൻഡർ വരണമെങ്കിൽ ഒരു 4 കൂടെ കൂട്ടിയാൽ പോരെ. 9ന്റെ കൂടെ 4 കൂട്ടിയാൽ 13. അപ്പോൾ 13നെ 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 13 8 മൈനസ് ചെയ്താൽ 5 റിമൈൻഡർ വന്നു. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നോക്കിക്കുക, 9ന്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് 13. അപ്പോൾ 4 കൂട്ടി പോയാൽ മതി. 13 17 21 അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നോക്കാം, 13നെ 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 5 റിമൈൻഡർ വരുന്നുണ്ട്. അടുത്തത് 17നെ 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡിവിഷൻ ചെയ്യുമ്പോൾ 1 or 5 വരുന്നുണ്ടോ നോക്കാം. 17 8നെ 2 8 16 1 റിമൈൻഡർ വരുന്നുണ്ട്. അടുത്തത് 21 ചെയ്യുമ്പോൾ 5 റിമൈൻഡർ വരും, അങ്ങനെ വരും കേട്ടോ. പിന്നെ അതിൻ്റെ ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഏതെങ്കിലും 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 116 ആവുമോ? അപ്പോൾ 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്ലൈ വരുള്ളൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 116 ആവുമോ ചോദിച്ചാൽ കഴിഞ്ഞാൽ 116 ഇവിടുത്തെ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 4 ആണ്. 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് എങ്ങനെയാ നോക്കുക? 4നെ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 116ൽ എത്ര 4 ഉണ്ട് നോക്കിയാൽ 4ന്റെ മൾട്ടിപ്പിൾ ആണോ ചെക്ക് ചെയ്യുക. 11ൽ എത്ര 4 ഉണ്ട്? 2 4 8 3 36ൽ 9 4 36. യെസ്, 0 റിമൈൻഡർ വന്നു. 29 4 116 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 116 ആവും. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ സീക്വൻസ് എഴുതി. സെക്കൻഡ് ക്വസ്റ്റ്യന് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 6 നമ്പർ ഇടണം. സെക്കൻഡ് ക്വസ്റ്റ്യന് 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 116 ആവോ? ഈസ് ദി ഡിഫറൻസ്. അപ്പോൾ യെസ് ഓർ നോ ആണ് എഴുതേണ്ടത്. യെസ്. വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം 116 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണ്. 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിളേ വരുള്ളൂ. അപ്പോൾ ഇവിടുത്തെ 116 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആവും, കാരണം അത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണ്, 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 116 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് എഴുതാം കേട്ടോ. മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 4 എന്ന് എഴുതാം. 4 ആണല്ലോ കോമൺ ഡിഫറൻസ്. ഇനി ഫൈൻഡ് ദി പൊസിഷൻ. പൊസിഷനാണ് കണ്ടുപിടിക്കുന്നത്, എന്ന് വെച്ചാൽ എന്നാ കണ്ടുപിടിക്കുന്നത്. 161ന്റെ പൊസിഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. xn - x1/d + 1, അല്ലെങ്കിൽ nth ടേം 161 ആയിട്ട് എടുക്കാം. അതിന്റെ പൊസിഷൻ n കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ 161 nth ടേം ഈക്വൽ ടു
dn plus f minus d എന്നുള്ള ഇക്വേഷൻ എഴുതാം, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് n minus 1 into d എന്നുള്ള ഇക്വേഷൻ എഴുതാം, അല്ലെങ്കിൽ n നേരിട്ട് കണ്ടുപിടിക്കും ചെയ്യാം കേട്ടോ. പൊസിഷൻ ചോദിച്ചാൽ n നേരിട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണോ ഒന്നുകൂടി ഈസി എന്ന് തോന്നുന്നുണ്ട്. xn minus x1 by d plus 1. xn എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് ടേം 161 മൈനസ് ഫസ്റ്റ് ടേം, ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ഇൻ ദി സീക്വൻസ്, ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം 9 ആണ്, ബൈ d എന്ന് പറയുമ്പോൾ d ഇവിടെ 4 അല്ലേ, പ്ലസ് 1 ലാസ്റ്റ് പ്ലസ് 1, 9 മൈനസ് ചെയ്താൽ 152 ബൈ 4, പിന്നെ പ്ലസ് 1, 152നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ 3 4 12, 32, 32ൽ 8 4 32, 38 വരും കേട്ടോ. അഡീഷൻ ചെയ്താൽ 152ൽ എത്ര 4 ഉണ്ട്, 38 4, പിന്നെ പ്ലസ് 1, 39th ടേം ആണ്. ഓക്കെ, ഇപ്പോൾ പൊസിഷനും കണ്ടുപിടിച്ച് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 മാർക്ക് 2 മാർക്ക് 1 മാർക്ക് അങ്ങനെയായിരിക്കും. ഓക്കെ, ഇത്രയാണ് അരിത്മെറ്റിക് സീക്വൻസിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ടേം എക്സാമിന് ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസ്. ഇത് പഠിക്കുമ്പോൾ തന്നെ, ഇത് മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓവറോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും നമ്പർ എന്തെങ്കിലും വന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PM വന്ന് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാം.